ശ്രീമതി കെ രമ പെട്ടെന്ന്. താങ്ക് യു സർ. സർ, വടകര നിയോജകമണ്ഡലത്തിൽ നേരത്തെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു, അന്വേഷണ കേന്ദ്രവും ടിക്കറ്റ് റിസർവേഷൻ കേന്ദ്രവും. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് സർ. അവിടെ KSRTCക്ക് 1 ഏക്കറോളം ഭൂമി സ്വന്തമായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഇതൊന്നും ഇപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നുമില്ല. ഈ ഇൻഫർമേഷൻ സെൻറ്റർ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട എല്ലാ MLA മാരോടും KSRTC ഡിപ്പോകൾ അവരവരുടെ മണ്ഡലത്തിലെ ഡിപ്പോകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ വളരെ കുറച്ച് നമ്പർ മതി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ്. ഒരു കത്ത് ഞാൻ അയച്ചിരുന്നു, എല്ലാവരും നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അതിന് പ്രത്യേക ഉത്തരവ് തരാൻ തീരുമാനം. ഇന്ന് ഉത്തരവ് ഇറങ്ങിയത് മാറിപ്പോയി. കാരണം പലരും വാങ്ങിയാൽ ഇന്ന് ഞാനിപ്പം ധനകാര്യമന്ത്രി കത്ത് കൊടുത്തിട്ടിരിക്കുകയാണ്. ജലാൽ ഒരു ആളെ കൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുക, വേറെ ആൾ, അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടിയും ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് KSRTC MD തന്നെ മുഴുവത്തിൽ പർച്ചേസ് ചെയ്തെങ്കിൽ ഒരു ഉത്തരവ് ഇന്നോ നാളെയോ ഇറക്കി തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ, അത് തന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കമ്പ്യൂട്ടർ ഒരു 3 മാസത്തിനുള്ളിൽ കമ്പ്യൂട്ടറൈസേഷൻ വരും. അതുകൂടാതെ ഒരു 5 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ടോട്ടൽ ടിക്കറ്റിൻ്റെ സംവിധാനം മുഴുവൻ മാറാൻ പോവുകയാണ്. ക്യാഷ്ലെസ് ഓപ്പറേഷൻസും, ക്യാഷ് കൊടുത്തും പോവാം, ക്യാഷ്ലെസ് ഓപ്പറേഷൻ, അതുപോലെ GPS കറക്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ശ്രീമതി രമ മാഡം പറഞ്ഞതുപോലെ താങ്കളുടെ അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡുകളും അനൗൺസ്മെൻറ്റ് ഓട്ടോമാറ്റിക് റെയിൽവേയിൽ വരുന്ന പോലെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ അവൈലബിലിറ്റി വണ്ടി വരുന്ന സമയം നൽകുകയും ചെയ്യും. അതുമാത്രമല്ല, എല്ലാവരുടെയും മൊബൈൽ ഒരു ആപ്പിലൂടെയും വിവിധ ആപ്പുകൾ റെയിൽവേക്കുള്ളതുപോലെ 4-5 ആപ്പ് കാണും. ഏത് ആപ്പിലൂടെ വേണമെങ്കിലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന റൂട്ടിലെ ബസ്സുകൾ, ആ ബസ്സിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ, ബുക്ക് ചെയ്യുക, അതിൽ നിന്ന് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള ആപ്പുകൾ പുറത്തിറക്കും. ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ KSRTC സമ്പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും.